ഇത് നമുക്ക് ഓഡിയോ സെക്ഷനും അതുപോലെ തന്നെ ക്യാമറയും വർക്ക് ചെയ്യാതെ റിപ്പയറിന് വന്നിട്ടുള്ള റെഡ്മിയുടെ നോട്ട് 10 എന്ന് പറഞ്ഞ മോഡലാണ്. ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഓൾറെഡി CPU റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. കാരണം ഒരുപാട് സെറ്റുകൾ നമുക്ക് ഈ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഷോപ്പിൽ വരാറുണ്ട്. മെയിനായിട്ടും സാംസങ്ങിൻ്റെ A സീരീസ്, M സീരീസ്, അതുപോലെ പോക്കോ X2, X3 Pro, അതിൽ OnePlusൻ്റെ കുറച്ച് മോഡലുകളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CPU എടുത്ത് റീബോൾ ചെയ്ത് തിരിച്ച് റീഫിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഈ കംപ്ലയിൻറ്റ് വരുന്നത് ഓവറായിട്ട് ഗെയിം കളിക്കുന്ന ഫോണുകളിലും അതുപോലെ തന്നെ ക്യാമറയൊക്കെ ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോഴൊക്കെയാണ്. CPU ഓവർ ഹീറ്റായി അതിന് ശേഷം അതിൻ്റെ CPU അടിയിലുള്ള ബോർഡുകൾ ഡ്രൈ ആയി പോവുകയും ബാഡ് ബിൽഡായി പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ്. ഇത് നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്യുന്നു അത്രത്തോളം ഇതിന് ലൈഫും കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനുള്ളിൽ ഉപയോഗിക്കുന്ന PPD എന്ന് പറഞ്ഞ മെറ്റീരിയൽ. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന